ഹായ് ഫ്രണ്ട്സ്, വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കിച്ചടിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിന് 2 വെജിറ്റബിൾ മതി, സവാളയും തക്കാളിയും, പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകും കൂടെ. ഇത്രയും മാത്രം മതി. നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന 2 സാധനങ്ങളാണ് ഉള്ളിയും തക്കാളിയും. കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വെറും 2 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ. ഉള്ളിയും തക്കാളിയും നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ 2 ഉള്ളിയും തക്കാളി ചെറുതായതുകൊണ്ട് 4 എണ്ണവും എടുത്തിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും അത്യാവശ്യം പൂരിയുടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ നടുക്കുള്ള ഭാഗം എടുത്ത് കളഞ്ഞു. അതിനുശേഷം ഇത് റൗണ്ടായിട്ട് തിന്നായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. തക്കാളി ഇത്രയും വേണ്ടി വരില്ലെന്ന് തോന്നുന്നു. നമുക്ക് കട്ട് ചെയ്ത ശേഷം നോക്കാം. ഒരു 3 തക്കാളി എടുത്തു, ഒരു 2 സവാള എടുത്തു. ഇനി ഈ പച്ചമുളകും റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. ഇതിന് പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യം എത്ര ആവശ്യം എന്ന് വെച്ചാൽ അത്രയും എടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഒരു കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തൈര് ഒരുപാട് കട്ടിയാണെങ്കിൽ ശകലം വെള്ളം ഒഴിച്ചിട്ട് അല്പം ലൂസാക്കണം. ഒരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ച് ലൂസാക്കണം. ഒരുപാട് പുളിയുള്ള തൈര്, ചിലർക്കൊന്നും ഒരുപാട് പുളിയുള്ള തൈര് ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർക്ക് അധികം പുളിയുള്ള തൈര് ഉപയോഗിക്കേണ്ട, ഒരു മീഡിയം പുളിയുള്ള തൈര് ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കാം. നന്നായിട്ട് ഇളക്കി ചേർക്കണം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 2-3 മുളക് ഇടാം. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. അതിന് ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുക്, 3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, ഇത് ഇത്രയും കൂടെ കടുക് പൊട്ടിച്ചിട്ട് ഇതിലിടണം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തൈര് പോരെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് തൈര് ഇതിനകത്ത് ചേർക്കാം. ഇനി ഈ കടുക് വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കരുത്, കാരണം ഇത് വെച്ചിരുന്ന് കഴിക്കാൻ അത്ര നല്ലതല്ല. ഫ്രഷായിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ അധികം ഉണ്ടാക്കി ഫ്രിഡ്ജിലോ അങ്ങനെയൊന്നും വെക്കരുത്. ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.